ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാരും നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് ഒരു ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി എൻജോയ് ചെയ്യാനൊക്കെ ഒന്ന് ഈ സമയം ശ്രമിക്കുക. നിങ്ങളുടെ എനർജി ലെവൽ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. പിന്നെ ഇത് പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോടൊപ്പമുള്ള ഒരു കൂടിച്ചേരലുമാകാൻ സാധ്യതയുണ്ട്. ഈ ഒരു സമയം നിങ്ങൾ അവരോടൊത്ത് ടൈം സ്പെൻഡ് ചെയ്യുമെന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഏറ്റവും അടുത്ത ആൾക്കാരുമായിട്ട് നിങ്ങൾക്കൊന്ന് തുറന്ന് സംസാരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തെങ്കിലും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുന്നതാവാം. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത ആളുകളുമായിട്ട് ചേർന്ന് എൻജോയ് ചെയ്യാനുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമൊക്കെ ആയിട്ട് ചേർന്ന് എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ശരിക്കും അബൻഡൻസ് നിങ്ങൾക്ക് വരുന്ന ഒരു പ്രതീതി വരും. അപ്പോൾ ഇവിടെ 10 ഓഫ് കപ്സിൻ്റെയൊക്കെ ഒരു എനർജി ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം ഒന്നിച്ച് ഒരുപാട് സമയം ചിലവഴിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളുമായി ചേർന്ന് ഒരുപാട് സമയം അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കാനും സന്തോഷം പങ്കിടാനും ഒക്കെ ഇതിൽ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഈ ഒരു സമയം നിങ്ങൾ അനുഭവിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കുറേ നാൾക്ക് ശേഷം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് എംപ്രസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ക്രിയേറ്റീവ് എനർജിയാണ്. നിങ്ങളുടെ ഫെമിനിയൻ എനർജി ആക്റ്റീവ് ആകുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ഫെമിനിയൻ എനർജി എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ക്രിയേറ്റിവിറ്റിയുടെയും ഒക്കെ ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഫാഷൻ പോലുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നിങ്ങളൊരു ബ്യൂട്ടിക്കോ പാർലറോ അങ്ങനെ ഫാഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയം നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു സമയമാണ്. നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും ഈ ഒരു സമയം എന്നുള്ളതാണ്. അതായത് ക്രിയേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അത് നിങ്ങളുടെ പാഷൻ അത് കൂടുതലും ആക്റ്റീവ് ആവുന്നു എന്നാണ്. മാത്രമല്ല നിങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ നല്ലൊരു പ്രോഫിറ്റ് ഈ സമയം ലഭിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഇത് അബൻഡൻസിൻ്റെ ഒരു എനർജിയാണ്. നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾക്ക് അതിൻ്റെ ഫലം ഈ ഒരു സമയം കിട്ടിത്തുടങ്ങുന്ന എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ ഫിനാൻഷ്യലി വളരെ നല്ലതായിട്ടാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് ഒരു ദൃഢത വരുന്നു എന്നാണ്. നിങ്ങൾ ആലോചിച്ചിരുന്ന ആ ഒരു കാര്യം
ചിലപ്പോൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ആ ഒരു കാര്യം അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു തുടങ്ങുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും മനസ്സിനൊരു സംതൃപ്തിയും ഒക്കെ ലഭിക്കുന്ന കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ് ഇതെന്നുള്ളതാണ്. പിന്നെ ഇവിടെ 9 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ റെസ്റ്റ്ലെസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാനുള്ളൊരു സാധ്യതയുണ്ട്. ചിലപ്പം ഈ ഒരു സമയം നിങ്ങൾ ഒരുപാട് ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടാവാം ഇതിനോടകം. അതായത് ഒരു റെസ്റ്റും ഇല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ഓടി നടന്ന് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നേക്കാം. കാരണം ഇവിടെ ഒരു 10 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുകൂടെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറേ ആളുകൾക്കും ഒരു റെസ്റ്റും ഇല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ഓടി നടന്ന് ചെയ്യേണ്ടി വരാം എന്നുള്ളതാണ്. അതുപോലെ കുറേ ആൾക്കാർക്ക് ഈ സമയം വളരെ നിങ്ങൾ ആക്റ്റീവായിരിക്കും എന്നാണ്. അപ്പോൾ ചില ആൾക്കാർക്കൊരു ക്ഷീണമൊക്കെ വരാനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സമയം ചെയ്യുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോക്കസ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് നല്ല ശ്രദ്ധയുണ്ടായിരിക്കും. അപ്പോൾ പെട്ടെന്നൊന്നും ഒരാളിന് നിങ്ങളെ ഈ സമയം പറ്റിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു നല്ല റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലപ്പോൾ ഇതൊരു സൗഹൃദമായിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിലൊരു സൗഹൃദത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല ഈ സമയം നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ അത് വളരെ കൂടുതലായിരിക്കും എന്നാണ്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ പ്രതീക്ഷയോടെ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് വർക്ക് ചെയ്യാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കാണുന്നത്. മാത്രമല്ല ഇവിടെ ഒരു ട്രാവൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്രാവല് നിങ്ങൾക്ക് വന്നു ചേരാം. പല കാര്യങ്ങളും ചെയ്തു തീർക്കണം എന്നൊരു ചിന്തയൊക്കെ ഈ സമയം നിങ്ങൾക്ക് വരും. അതുപോലെ പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത അല്ലെങ്കിൽ ചെയ്യണം എന്നാഗ്രഹിച്ച പല കാര്യങ്ങളും ചെയ്തു തുടങ്ങാനുള്ളൊരു ശ്രമമെങ്കിലും നിങ്ങൾ ഈ ഒരു സമയം നടത്തുമെന്നുള്ളതാണ്. മാത്രമല്ല ഈ സമയം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്പീഡ് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ഊർജം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആക്ഷൻ എടുക്കാനുള്ളൊരു മെസ്സേജ് അത് നമ്മുടെ ഉള്ളിൽ തന്നെ വരും. അതായത് ഇത് പെട്ടെന്ന് എനിക്ക് ചെയ്യണം, എങ്ങനെ മടി പിടിച്ചിരിക്കാൻ പാടില്ല. ചിലപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടായിരിക്കാം. നമുക്ക് ചെയ്തു തീർക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാനും ഒരു പ്രത്യേക ഊർജം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്ന ജോലികൾ അത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ 4 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ 4 ഓഫ് വാൻസും അതുപോലെ 3 ഓഫ് കപ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾ സുരക്ഷിതമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്ന ഒരു എനർജിയാണ്. അത്തരത്തിൽ ഇരിക്കാൻ പറ്റുന്ന ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊപ്പം ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊപ്പം സന്തോഷമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇതിൽ ചില ആളുകൾ ചില ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്ത് സന്തോഷം പങ്കിടുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം സന്തോഷത്തിലായിരിക്കും എന്നാണ്. ചിലപ്പോൾ നിങ്ങൾ പങ്കെടുക്കുന്നത് വിവാഹമാകാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നടത്തുന്ന മറ്റേതെങ്കിലും ചടങ്ങുകളാവാം. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒത്തുകൂടി നിങ്ങൾ വളരെ സേഫായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ നന്ദി പറയുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കുക എന്നൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് ഇവിടെ നൽകുന്നുണ്ട്. പിന്നെ ഇവിടെ 2 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണിത്. ചിലപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ തന്നെ ജീവിത പങ്കാളിയായിട്ട് വരാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിലൊക്കെ പങ്കാളി വന്നേക്കാം, അതിനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു പ്രോഗ്രസ് ആണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും തീർച്ചയായിട്ടും ഒരു മാറ്റം വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ
അതിൽ കുറച്ചുകൂടി ഒരു പ്രോഗ്രസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രോഗ്രസ് വരണം എന്ന ചിന്തയോടുകൂടി നിങ്ങളിവിടെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ചെങ്കിലും ഒന്ന് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ജീവിതത്തിലൊരു മാറ്റം വരുത്തുന്നതിനുള്ള ഒരു പ്ലാനിങ്ങിലാണ് നിങ്ങളിൽ ചിലരുള്ളത് എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ക്യൂൺ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവാം. അപ്പോൾ ആ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. റിയലായിട്ട് നിങ്ങളുടെ ലൈഫിൽ വേണ്ട കുറേ കാര്യങ്ങളുണ്ട്. യാഥാർത്ഥ്യ ബോധമില്ലാത്ത കുറേ കാര്യങ്ങൾ ഹോൾഡ് ചെയ്തത് കൊണ്ടൊരു കാര്യവുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളിവിടെ പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. കാരണം വളരെയധികം കോൺഫിഡൻറ്റിലാണ് നിങ്ങളെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ദൈവം ശരിക്കും അനുഗ്രഹങ്ങൾ തരുന്ന ഒരു സമയമാണ്. ഇവിടെ നിങ്ങൾക്ക് പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ തുടങ്ങുന്നതിൻ്റെ ഒരു സന്തോഷമാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുന്നതാവാം. അപ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ സെറ്റപ്പിലൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട്. പിന്നെ ഇത്രയും കാലം നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഈ സമയം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നതുമാവാം. ചിലപ്പോൾ അത് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും, അവർ ഇത്രയും കാലം നിങ്ങൾക്കെതിരായിട്ട് നിന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കാതെ ഇപ്പോൾ മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്ക് തിരിഞ്ഞ് അവർ പോകുന്നതാവാം. അപ്പോൾ ഇവിടെ ഫിനാൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുമെന്നുള്ളതാണ്. ഇവിടെ എംപ്രസിൻ്റെ കൂടി ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. നിങ്ങളിലേക്ക് ഒരുപാട് അബൻഡൻസ് വരുന്ന ഒരു എനർജിയാണിത്. ഈ ഒരു സമയം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങളൊരു സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങളുടെ ഡ്യൂട്ടി അത് കൃത്യമായിട്ട് ഏത് സമയം ചെയ്യുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇതിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ തരത്തിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ പറ്റിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ പൈസയുടെ കാര്യത്തിലൊക്കെ കുറച്ച് പ്ലാനിങ് ഒക്കെ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സക്സസ്ഫുള്ളായിട്ട് പ്രാവർത്തികമാക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ആഗ്രഹം പോലെ, അതായത് നിങ്ങൾക്കൊരു വീടോ വാഹനമോ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് റിയാലിറ്റിയിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ വരുന്ന എനർജി ഉണ്ട്. പിന്നെ ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ ചില ആളുകൾ നിങ്ങൾ ഒന്നിലധികം ആൾക്കാർ ചെയ്യേണ്ട ജോലി ഈ ഒരു സമയം ഒറ്റയ്ക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് ഇവിടെ സക്സസ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങളുടേതായ ക്രിയേറ്റീവ് കഴിവ് ഉപയോഗിച്ച് പുതിയ ഏതോ ഒരു കാര്യത്തിന് ഇവിടെ തുടക്കം കുറിക്കുന്നു എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിപരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ഇവിടെ സാധിക്കുമെന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് കണ്ട് മറ്റുള്ളവർ അഭിനന്ദിക്കുന്ന ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടെന്നൊക്കെ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ സൃഷ്ടികൾക്ക് ഇവിടെ രൂപം കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ രൂപം കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അത് മറ്റുള്ളവർ കണ്ട് നിങ്ങളെ അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യം നിങ്ങൾ വളരെയധികം അഭിമാനത്തോടു കൂടി അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളിവിടെ തുടങ്ങി വെക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്.
അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതെന്ത് തന്നെ ആയാലും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വളരെ സ്പീഡിൽ നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അത് മുന്നോട്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് വളരെ വലിയ സന്തോഷങ്ങൾ അതിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ഉണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തൊരു ട്രാവൽ ആയിരിക്കാം. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത് വളരെ സ്പീഡിൽ ഒരു തടസ്സവും ഇല്ലാതെ ഈ സമയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർത്തിയാക്കും. പാസ്റ്റിൽ നിങ്ങൾ പകുതി ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങളാവാം അത്. അപ്പോൾ ഈ ഒരു സമയം അത് നിങ്ങൾക്ക് വളരെ സ്പീഡിൽ ചെയ്ത് അത് പൂർത്തിയാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയം ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി നിങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടി വരും. മാത്രമല്ല നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിരുന്ന 1, 2, 3 കാര്യങ്ങളൊക്കെ ഈ സമയം നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകാം. അപ്പോൾ എന്തായാലും ഒരു വിജയമാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തോന്നും നിങ്ങൾക്ക്. അതായത് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ എന്നൊക്കെ ഓർത്ത് ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ തോന്നുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ നിർത്തിവെച്ചിരുന്ന പല കാര്യങ്ങളും അത് തന്നെയാണ് ഇതിലും പറയുന്നത്. വളരെ സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് ഇവിടെ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക, ദൃഢനിശ്ചയത്തോടു കൂടി നിങ്ങൾ പെരുമാറുക. അപ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു മോട്ടിവേഷനൊക്കെ കിട്ടാൻ നിങ്ങൾക്ക് ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകൾക്ക് ഇവിടെ ഒരു ക്ലാരിറ്റി ഉണ്ടാകുന്നുണ്ട്. എന്ത് കാര്യമാണെങ്കിലും അത് എവിടെ തുടങ്ങണം, അല്ലെങ്കിൽ അതെവിടെ അവസാനിപ്പിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ അതെങ്ങനെ കൊണ്ടുപോകണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഫേസ് ചെയ്യുന്ന ആ ഒരു കാര്യം അതെങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് നിങ്ങളിവിടെ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റക്കായിരുന്ന പല സിറ്റുവേഷൻസും മാറി തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഇത്. മാത്രമല്ല ഇവിടെ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ പെട്ടെന്നൊരു ചേഞ്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതൊരു പ്രമോഷൻ ആകാം, അല്ലാന്നുണ്ടെങ്കിൽ ജോലി ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ളൊരു സാധ്യതയും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു റീയൂണിയൻ്റെ ഒക്കെ സമയം കൂടിയാണ്. നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോൾ നിങ്ങളോട് പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ നടത്തുന്ന ഒരു എനർജി ഉണ്ട്. ഇവിടെ ഈ ഒരു നൈറ്റ് ഓഫ് സോഡ്സും അതുപോലെ 8 ഓഫ് വാൻസും ഒക്കെ തീർച്ചയായിട്ടും അങ്ങനെയാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അവർ പെട്ടെന്നൊരു തീരുമാനമെടുത്ത് ഒന്ന് ട്രാവൽ ചെയ്ത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ വേൾഡ് കാർഡാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ സുഖമായിട്ടുറങ്ങാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് വളരെ സമാധാനത്തിലും സന്തോഷത്തിലും ഒക്കെ ഇവിടെ ഉറങ്ങാൻ പറ്റുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. പാസ്റ്റിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിടന്നാൽ ഉറക്കം വരാതെ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന ഒരു അവസ്ഥയായിരുന്നു എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് സുഖമായിട്ടുറങ്ങാൻ പറ്റും. കാരണം നിങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു സ്പിരിച്വൽ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. നിങ്ങൾ സ്പിരിച്വലി എന്താകാനാണോ ആഗ്രഹിക്കുന്നത് അത് ആയിത്തീരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും യൂണിവേഴ്സ് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഏഞ്ചൽസ് ഒരു സപ്പോർട്ടിന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ഗൈഡൻസ് ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ടാവാം. അതുപോലെ തന്നെ ഇതിലും ഒരു യാത്ര പറയുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും യാത്രയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു യാത്രയ്ക്ക് പറ്റുന്ന ഒരു സമയമാണിത്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഇതിലൊരു പ്രഗ്നൻസി ഒക്കെ പറയുന്നുണ്ട്. കാരണം ഈ ഒരു എംപ്രസിൻ്റെ കൂടി എനർജി വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുറേ കാലമായിട്ട് ഒരു
കുഞ്ഞിന് വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിച്ചിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു പ്രഗ്നൻസിയൊക്കെ നിങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ ഒരു വീട് വയ്ക്കാനും നിങ്ങളുടെ പ്രണയം സാക്ഷാത്കരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ജോലി കിട്ടുന്നതാവാം. അപ്പോൾ വേൾഡ് എന്ന് പറയുന്നത് ഒരു ഫുൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒരു ഫുൾഫിൽ ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം കുറേ ആളുകൾക്കും നിങ്ങളൊരു പൂർണ്ണതയിലെത്തിയ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് എങ്ങു നിന്നുമില്ലാത്ത ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഈ ഒരു സമയം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല ഒരുപാട് കാലത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷമുള്ള ആ ഒരു സക്സസ് ആണെന്നാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു സ്വയം ഒരു അഭിമാനമൊക്കെ തോന്നുമെന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളൊരു സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ആളുകളാണെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ചില ആൾക്കാരുമായിട്ട് ഡീപ്പായിട്ടുള്ളൊരു സൗഹൃദമോ പ്രണയമോ ഒക്കെ ഈ സമയം തോന്നാം. ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിയുമായിട്ടുള്ള പാസ്റ്റ് മെമ്മറീസ് നിങ്ങളിലേക്ക് വരുന്നതുമാകാം. അപ്പോൾ ആ ഒരു പ്രണയം ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോ അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സാധ്യതയോ ഒക്കെ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഇവിടെ നിങ്ങൾ ഹൃദയത്തിൽ നിന്നുമാണ് ചോയ്സ് എടുക്കേണ്ടത്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് ഒരുപാട് പ്രണയമൊക്കെ തോന്നുമെന്നുള്ളതാണ്. ചിലപ്പോൾ അവരെ ഒന്ന് കാണാൻ തോന്നുമായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി കാണുന്നുണ്ട്. ഇവിടെ ഈ ഒരു നൈറ്റ് ഓഫ് സോഡ്സും ഈ ഒരു 2 ഓഫ് കപ്സൂടെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ കാണാൻ വരുന്ന ഒരു സമയമാണെന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് അവർ പെട്ടെന്നൊരു തീരുമാനമെടുത്ത് നിങ്ങളിലേക്ക് വരുന്നതാവാം. അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് ഈ സമയം ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ 10 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഫാമിലിയോടൊപ്പം സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. ഇപ്പോൾ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ, ഒരുപക്ഷെ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഒരു സ്വരച്ചേർച്ച ഇല്ലാതിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ഇരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ പോകാനുള്ളൊരു എനർജി ഉണ്ട്. കുട്ടികളും ഫാമിലി ആയിട്ടൊക്കെ നിങ്ങൾ പുറത്തു പോയി നിങ്ങൾ എൻജോയ് ചെയ്യാനുള്ളൊരു എനർജി ഉണ്ട്. അങ്ങനൊരു സാധ്യത കാണുന്നുണ്ട്. ഇതിൽ ചിലപ്പോൾ നിങ്ങളൊരു യാത്ര പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യുന്നതുമാവാം. ഇത്തരത്തിൽ യാത്ര പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ കുറേ കാലത്തിന് ശേഷം നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഒരുമിച്ചിരിക്കാനുള്ളൊരു അവസരം വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ വീട്ടിൽ നിങ്ങൾ കുടുംബത്തോടൊപ്പം പോയി അവരെ കാണുന്ന ഒരു എനർജിയുമുണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ടും നിങ്ങൾ വളരെ സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെ നിങ്ങൾ ആഗ്രഹിച്ചവരുമായുള്ളൊരു കൂടിച്ചേരൽ അത് തീർച്ചയായിട്ടും ഈ സമയം നിങ്ങൾക്കുണ്ടാകും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ പാസ്റ്റിൽ കുറേ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു സമയം ആ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ മാറി നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു സമയം അതൊക്കെ പറഞ്ഞു തീർത്ത് നിങ്ങൾ വളരെ സ്നേഹത്തിലിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് സന്തോഷിക്കാൻ പറ്റുന്ന കുറച്ചധികം അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ ഇവിടെ 10 ഓഫ് സോഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്നു എന്നാണ്. ആ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഇവിടെ എൻഡ് ആകുന്ന ഒരു എനർജിയാണ്. ഇത് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ എൻഡ് ആകുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എൻഡ് ആകുന്നതാവാം, ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ എത്തുന്നതാവാം അതിനുശേഷം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ട്രാപ്പിലാക്കി വെച്ചിരുന്ന കുറച്ചധികം പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ നിങ്ങൾ കുറേ സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളെ ട്രാപ്പിലാക്കി വെച്ചിരുന്ന ഒരു സാഹചര്യമാവാം. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം അവിടെ നിന്നും നിങ്ങൾ മാറിപ്പോകുന്ന ഒരു എനർജിയാണ്. ഈ ഒരു കാര്യം എങ്ങനെ എൻഡ് ആക്കും എന്നൊക്കെ
നിങ്ങളിങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പുറത്ത് കടക്കുന്നത് എങ്ങനെ എന്ന് നിങ്ങൾ ആലോചിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിവിടെ തീർച്ചയായിട്ടും ഈശ്വരൻ ഒരു വഴി കാണിക്കുന്ന എനർജിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം എൻഡ് ആക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ 2 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ കുറേ അധികം ആളുകൾക്കും തീരുമാനമെടുക്കാൻ സാധിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ കണ്ണ് കെട്ടിയ പോണക്കത്തെ ഒരു അവസ്ഥ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ട സാഹചര്യം വന്നാൽ നിങ്ങൾ എടുത്തു ചാടി ഒരിക്കലും ഒരു തീരുമാനം എടുക്കരുത് എന്നുള്ളതാണ്. കാരണം ഇവിടെ നൈറ്റ് ഓഫ് സോർഡ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാനും ഒരു ചുറുചുറുക്കായിരിക്കും. അപ്പോൾ തീരുമാനമെടുക്കുമ്പോൾ പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനമെടുക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്, തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ആലോചിക്കുക. പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനമെടുക്കരുത്. നിങ്ങൾ ആലോചിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുക എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.